വിദേശയാത്രയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ PV അൻവർ MLA ആണ്. MLA എന്താണ് ഇപ്പോൾ പാർട്ടിയും അറിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്നത്. ഇതിലെന്താണ് വിശദീകരണം നൽകാനുള്ളത്? അല്ല, അതിൽ വിശദീകരണം വളരെ കൃത്യമാണ്. പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ, സുധാകരനടക്കം പ്രതിപക്ഷ VD സതീശനടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ആരാണ് സ്പോൺസർ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെയൊക്കെ ഒരു ധാരണ, കോൺഗ്രസ്സുകാർ എവിടെ പോവുകയാണെങ്കിൽ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ പോലും അത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണ്. അവരുടെ വീട്ടു ചെലവ് നടത്തുന്നത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയും കുടുംബവും ഒരു യാത്ര നടത്തുമ്പോൾ അതിൻ്റെ സ്പോൺസർഷിപ്പാണ് അവർക്കറിയേണ്ടത്. ഈ ചോദ്യത്തിൽ നിന്ന് ഈ കാര്യം വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ശമ്പളമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മകൾക്ക് ജോലിയും ബിസിനസ്സുണ്ട്. ഈ പറയുന്ന മരുമകൻ എന്ന് പറയുന്ന റിയാസ് മന്ത്രിയാണ്, അദ്ദേഹത്തിന് ശമ്പളമുണ്ട്. റിയാസിൻ്റെ ഫാദർ ഇൻ ലോ എന്ന് പറയുന്നത് മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പെൻഷനും കാര്യങ്ങളുണ്ട്. ഇവർക്കൊക്കെ വിദേശത്ത് പോകാനും വരാനും യാത്ര ചെയ്യാനൊക്കെ ഉള്ള വരുമാനം അത്യാവശ്യമുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഈ 140 മണ്ഡലങ്ങളിലും നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി. 76 വയസ്സായി അദ്ദേഹത്തിന്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേനൽ ചൂട് നമ്മളെല്ലാവരും അനുഭവപ്പെട്ടതാണ്. KPCC ആഫീസിൻ്റെ ശീതീകരിച്ച റൂമിൽ നിന്ന് ഇവിടെ ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും തെറി വിളിച്ചതിനപ്പുറം വെയിലിൻ്റെ ഒരു അംശം തട്ടാത്ത KPCCയുടെ നേതാക്കന്മാർ കേരളത്തിലുണ്ടായിരിക്കുകയാണ്. ഈ പ്രായം, ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 1 മണിക്കൂറാണ് ഓരോ പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം ഒരു മണ്ഡലത്തിൽ പ്രസംഗിച്ചിട്ടുള്ളൂ. ഒരു ദിവസം 5, 6, 7 മണിക്കൂർ അദ്ദേഹം ഈ ആരോഗ്യാവസ്ഥയിൽ നിന്ന് പ്രസംഗിച്ചൊരു വ്യക്തിയാണ്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ അലയൊലികൾ തീർന്നു, വോട്ടിംഗ് പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിനൊരു വിശ്രമത്തിന് പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ അവർക്ക് അറിയേണ്ടത് ഇതിൻ്റെ സ്പോൺസറാണെന്നാണ്. അപ്പോൾ കേരളത്തിലെ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ ആ ബേസിക്കായിട്ടുള്ള സ്വഭാവം വ്യക്തമാക്കുന്നതാണ് അവർ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള ഈ ചോദ്യം, സ്പോൺസർഷിപ്പ് എന്നത്. അത് കൃത്യമായും കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരുടെ ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിൻ്റെ മുമ്പും അതിനുശേഷവും വ്യക്തിഹത്യ നടത്തുക, ഒരു മുഖ്യമന്ത്രിയെയും ഒരു കുടുംബത്തെയും തിരിയാനും മറിയാനും സമ്മതിക്കാത്ത രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിനപ്പുറം വേറെ ഒന്നും ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് കൃത്യമായ ഉത്തരം ഈ കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോഴും തെരഞ്ഞെടുപ്പാണ്, അപ്പോൾ ഔദ്യോഗിക യാത്രകൾക്ക് വിലക്കുണ്ട് എന്ന തരത്തിലുള്ളൊരു വാദവും കൂടെ നിരത്തേണ്ടതുണ്ട്. അല്ല, ഔദ്യോഗിക യാത്രയല്ലല്ലോ. ഔദ്യോഗിക യാത്രയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് രാജ്യം വിട്ടു പോകണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അനുമതി വേണം. ആ അനുമതി വാങ്ങിയിട്ട് തന്നെയാണല്ലോ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ നയതീരുമാനങ്ങളും എടുക്കാനോ അത് പ്രഖ്യാപിക്കാനോ ഒന്നും സാധിക്കില്ല. ഇങ്ങനെ ഒരു ജോലിയും ഇല്ലാതെ മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കണം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നതാണ് നമുക്കറിയേണ്ടത്. രണ്ടാമത്തെ കാര്യം, പഴയ കാലമല്ല, ലോകത്ത് എവിടെ നിന്നുകൊണ്ടും എന്തു കാര്യങ്ങളും നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ആധുനിക വാർത്താ സംവിധാനങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു നിർദ്ദേശം കൊടുക്കണമെങ്കിൽ, ഒരു പത്രസമ്മേളനം നടത്തണമെങ്കിൽ, ഉദ്യോഗസ്ഥരുമായി സംവദിക്കണമെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും അത് സംവദിക്കാനുള്ള സംവിധാനം കൂടി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് പശുവിനെ അഴിച്ചു വിട്ട പോലെ, തൊഴുത്തുനിന്ന് പശുക്കൾ ഇറങ്ങിപ്പോകുന്നത് പോലെ എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ഇതിൻ്റെ മുതുപാലത്തിൽ ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ്. അതെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ അവരുടെ സംസ്കാരവും അവരുടെ രീതിയും ഇവരൊക്കെ തന്നെ ഇപ്പോൾ എത്ര കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കേരളത്തിലുണ്ടെന്ന് അന്വേഷിച്ചാൽ അറിയാം. ഇതൊന്നും പത്രക്കാരായ നിങ്ങളും അന്വേഷിക്കാൻ പോകുന്നില്ല. ആരൊക്കെ വിദേശത്ത് പോയിട്ടുണ്ടെന്നും ആരൊക്കെ ഇപ്പോൾ റെസ്റ്റിലാണെന്നും ഒന്നും അറിയില്ല. മുഖ്യമന്ത്രി ഒന്ന് മുള്ളാൻ എണീറ്റാൽ അത് വിഷയമാണ്. അത് തന്നെയാണ് ഒരു തരത്തിലുള്ള അസൂയ എന്ന് പറയാൻ പറ്റുമോ, ഒരു പ്രത്യേക തരം സൈക്കോളജിക്കൽ ഒരു സൈക്കിക്കായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. കുഞ്ഞാലിക്കുട്ടി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഈ കാര്യത്തെക്കുറിച്ചും ചോദിക്കൂ, അദ്ദേഹം കൃത്യമായ പ്രതികരണം പറയും. ഇത് കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർക്ക് മാത്രമുള്ള അവരുടെ ഒരു അസുഖമാണ്. ആ അസുഖം മെല്ലെ മെല്ലെ മാറിക്കോളും. പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അടക്കം BJP ദേശീയ അധ്യക്ഷൻ സുരേന്ദ്രൻ അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുക എന്ന് പറയുന്നത്, പൊതുഖജനാവിലെ പണമാണോ ഉപയോഗിച്ചതെന്നുള്ളത് കഴിയുമറിയാലോ. പൊതുഖജനാവിലെ പണം എടുത്തല്ല പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ആരോടാണ്? ഒന്ന് ഈ പാർട്ടിയോടാണ്, പിന്നെ മന്ത്രിസഭയോടാണ്.
ആ മന്ത്രിസഭയിലെ പ്രധാന അംഗങ്ങളോടും പാർട്ടിയോടും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പോയിട്ടുള്ളത്. അതിന് ഇവർ ബേജാറാവേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുക എന്നൊരു ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പോയത്, വിദേശയാത്രയ്ക്ക് പോയത് എന്നൊരു വാദവും കൂടെ ഇവർ നിരത്തുന്നുണ്ട്. അല്ല, അതവരെ നിരത്തിക്കോട്ടെ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഫൈറ്റ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ, ബാക്കിയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ NDA മുന്നണിയുടെ ഭാഗമായിട്ടാണ് CPM നിൽക്കുന്നത്. ആ CPM-നെതിരെ അല്ലെങ്കിൽ ആ ഇടതുമുന്നണിക്കെതിരെ ഇതിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPM-നെതിരെ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും ഇവിടെ ഒന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു. ആ മത്സരം നടത്തിയത് തന്നെ തെറ്റാണ് എന്ന യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, മനുഷ്യന് ഓരോ വിഷയങ്ങളിലും ഓരോ വ്യക്തികളും എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം തന്നെ ഘടകവിരുദ്ധമായിരുന്നു. അത് ചെയ്യാൻ പാടില്ല. എന്ത് മെസ്സേജാണ് ഇന്ത്യ മുന്നണിയിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചാൽ വരാൻ പോകുന്നതെന്ന് അന്നേ ഇവിടെ ഇടതുപക്ഷം ഉന്നയിച്ചാണ്. അതേ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇപ്പോൾ അമേഠിയിൽ പോയി മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതര സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമായി അലയൻസുള്ള സ്ഥലങ്ങളിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഒരു പക്ഷേ അവിടെ പോയി പ്രചരണം നടത്താനുള്ള പ്രയാസങ്ങളുണ്ടാവും. അതില്ലാതൊന്നും നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വിദേശത്ത് പോകാൻ പാടില്ല എന്ന് ഇവരെങ്ങനെ പറയാം?